നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാങ്കിൽ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ സേവിങ്സ് എല്ലാം സേഫാണെന്ന്? സാലറി കൂട്ടിക്കിട്ടിയിട്ടും ഫിനാൻഷ്യലി നിങ്ങളിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇൻഫ്ലേഷൻ്റെ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചാണ്. ഒരു കാലത്ത് 2.5 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചായ ഇന്ന് 12 രൂപയാണ്. 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന സോപ്പും പേസ്റ്റുമെല്ലാം ലെൻസ് വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ഇതുപോലെ എല്ലാത്തിനും വില കൂടുകയോ പണത്തിൻ്റെ മൂല്യം കുറയുകയോ ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം എന്ന് പറയുന്നത്. എല്ലാ പ്രോബ്ലംസും ഒരു തരത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റികളാണ്. ഇൻഫ്ലേഷൻ എന്ന പ്രോബ്ലത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻഫ്ലേഷൻ എന്ന ട്രാപ്പിൽ കുടുങ്ങിയ മനു എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ നമുക്ക് എക്സാമ്പിളായി നോക്കാം. മനു എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരന് 8,000 രൂപയാണ് ശമ്പളം. അദ്ദേഹം മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ മാസത്തിൽ 2,000 രൂപ എന്ന നിരക്കിൽ ഒരു RD സ്റ്റാർട്ട് ചെയ്യുന്നു. 10 വർഷത്തേക്ക് 8.5% പലിശ എന്ന നിരക്കിലാണ് RD സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2015 to 2025 കാലയളവാണ് നമ്മൾ എടുക്കുന്നത്. RD എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറി പോലത്തെ ഒന്നാണ്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനുള്ള പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഓരോ മാസവും തവണകളായി പൈസ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതിനെയാണ് RD എന്ന് പറയുന്നത്. ഈ ചെറുപ്പക്കാരന് സാലറി വളരെ കുറവായതിനാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനുള്ള പൈസ ഇല്ലാത്തതിനാലും മാസം 2,000 രൂപ എന്ന നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഫിക്സഡ് ഡെപ്പോസിറ്റിനെക്കാളും കൂടുതൽ ലാഭമുള്ള ഒന്നാണ് RD. 2025 അതായത് 10 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടിയത് വെറും 3.8 ലക്ഷത്തോളം ആണ്. അതായത് ഇന്ന് 4.5 പവൻ തികച്ചു കിട്ടില്ല. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, അദ്ദേഹം ഇതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടതുണ്ടോ? ഇതിൽ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മോശമായതോ നമ്മൾ പേടിക്കേണ്ടതോ ആയ ഒന്നല്ല. അതെങ്ങനെ ഉപയോഗിക്കാം എന്നറിയാത്തതാണ് നമ്മൾ ഓരോരുത്തരുടെയും നിലവിലെ പ്രശ്നം. ഇൻഫ്ലേഷൻ ഒരു തരത്തിൽ അതുണ്ടെങ്കിൽ നമുക്കും രാജ്യത്തിനും ഗ്രോത്ത് ഉണ്ടാവും. ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും ഇന്ന് ബൈക്കുണ്ട്. ബൈക്ക് എടുക്കാൻ നമുക്ക് ലോൺ എടുക്കാൻ യാതൊരു ഭയവുമില്ല. കാരണം നമുക്ക് അടച്ചു തീർക്കാവുന്ന എമൗണ്ടായി അത് മാറിയിരിക്കുന്നു. ഇതും ഇൻഫ്ലേഷൻ്റെ ഒരു ഗുണമാണ്. നമ്മൾ മെച്ചപ്പെട്ട ജീവിതശൈലിയിലേക്ക് മാറുന്നതിന് ഇൻഫ്ലേഷൻ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലേഷനെ ഒഴിവാക്കാനാകില്ല. സോ നമുക്കിതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള പണത്തെ മറ്റൊരു മൂല്യമുള്ള അസറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻഫ്ലേഷനിൽ നിന്നും മറികടക്കാനുള്ള ഒരേ ഒരു പരിഹാരം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മനു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഏറ്റവും റിസ്ക് കുറഞ്ഞ അസറ്റാണ് സ്വർണം. ആ പൈസയ്ക്ക് അന്നത്തെ അളവിലുള്ള സ്വർണമോ ഗോൾഡ് കോയിനോ ഡിജിറ്റൽ സ്വർണമോ വാങ്ങിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് 8 പവനും 81 ഗ്രാമും സ്വർണം കയ്യിലുണ്ടാകുമായിരുന്നു. അതായത് ഏകദേശം 8 ലക്ഷം രൂപ. അതെങ്ങനെയാണെന്ന് നോക്കാം. 2015 ഗോൾഡിന് 19,760 രൂപയാണ് ഒരു പവന്. പിന്നീട് അത് 21,360 അങ്ങനെ പോകുന്നു. 2,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുപ്പിച്ച് 5 കൊല്ലത്തോളം 1 പവനോളം ഗോൾഡ് അയാൾക്ക് സ്വന്തമാക്കാമായിരുന്നു. അങ്ങനെ 10 വർഷത്തിനകം ഏകദേശം 8 പവനും 81 ഗ്രാമും സ്വർണം അയാൾക്ക് സ്വന്തമാക്കാം. അതായത് ഏകദേശം 8 ലക്ഷത്തോളം രൂപ. ഒരുപാട് അസറ്റ് ഫോമുകൾ ഉണ്ടെങ്കിലും ഏറ്റവും റിസ്ക് കുറഞ്ഞ അസറ്റാണ് സ്വർണം. ഇതുപോലെ കമ്പനികളുടെ ഷെയർ വാങ്ങിയും ലാൻഡ് വാങ്ങിയും നമുക്ക് ഇൻഫ്ലേഷനെ മറികടക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.